പൂർണ്ണമായി ചികിത്സാ തുക നൽകാതെ ഇൻഷുറൻസ് കമ്പനി വഞ്ചിച്ചതായി പരാതി. ചീക്കോട് പഞ്ചായത്തിലെ മുണ്ടക്കൽ സ്വദേശി എം അലിയാണ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. മുഴുവൻ ചികിത്സാ ചെലവുകളും ലഭ്യമാക്കുന്ന 10 ലക്ഷം രൂപ വരെ കവറേജുള്ള പോളിസിയിലാണ് പരാതിക്കാരനും കുടുംബവും ചേർന്നത്. എന്നാൽ തന്റെ ഭാര്യയുടെ കാൽമുട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി 85,000 രൂപയാണ് ചികിത്സയ്ക്കായി ചെലവ് വന്നത്. എന്നാൽ 57,000 രൂപ മാത്രമാണ് കമ്പനി അനുവദിച്ചത്. ഇതേ തുടർന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടു. എന്നാൽ യാതൊരു അനുകൂല നിലപാടുമുണ്ടായില്ല. സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകി. ഉപഭോക്തൃ കോടതിയുമായി ബന്ധപ്പെട്ട് അനുരഞ്ജന ചർച്ച ആദ്യഘട്ടത്തിൽ നടന്നു. ഇതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി 13,000 രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് കമ്പനിയുടെ പോളിസിയിൽ പറയുന്ന പോലെ മുഴുവൻ തുകയും അനുവദിക്കണമെന്നാണ് പരാതിക്കാരന്റെ വാദം. ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട് വരുന്ന മുറിവാടക, രോഗനിർണയ ചെലവുകൾ, ആംബുലൻസ് ചാർജ്, രക്തം, ഓക്സിജൻ, മരുന്നുകൾ തുടങ്ങിയവയെല്ലാം കമ്പനി വഹിക്കുമെന്നായിരുന്നു പോളിസി എടുക്കുമ്പോൾ രേഖാമൂലം കമ്പനി എഴുതി നൽകിയത്. എന്നാൽ രോഗനിർണയത്തിന്റെ പല ഘട്ടങ്ങളിലും സ്വന്തമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതിനു പുറമെയാണ് ഇത്രയും ബിൽ തുക കമ്പനി നൽകാതെ പിടിച്ചുവെച്ചത്. 2010 മുതൽ കമ്പനിയുടെ പോളിസിയിൽ അംഗമായ പരാതിക്കാരൻ ഏറ്റവും ഉയർന്ന പോളിസിയാണ് കുടുംബത്തിനായി തിരഞ്ഞെടുത്തത്. എന്നാൽ തന്നെ വഞ്ചിക്കുന്ന നിലപാടാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇതിനെതിരെ കൂടുതൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും പരാതിക്കാരൻ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഞാനിപ്പോൾ 2010 മുതൽ ഇതിൽ അംഗമാണ്, ഞാനും എൻ്റെ ഫാമിലിയും. പക്ഷേ ഇതിലിപ്പം കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വൈഫിന് കാൽമുട്ടിനൊരു സർജറി ആവശ്യമായിട്ട് വന്നു. ഇവർ മുഴുവൻ തുകയും ഈ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ തരുമെന്നാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒരത്യാവശ്യ ഘട്ടം വന്ന സമയത്താണ് ഈ കാൽമുട്ട് സർജറിക്ക് അഡ്മിറ്റായി സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ്, കോഴിക്കോട് ഹോസ്പിറ്റലാണ് അഡ്മിറ്റായത്. അപ്പോൾ അവരുടെ ഓരോ സമയത്തും ഈ നമുക്ക് തരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ഈ സീറ്റ് തരുന്നതിനകത്ത് ഉണ്ട് അവർ മുഴുവൻ തുകയും നമുക്ക് അനുവദിച്ചു തരുമെന്നുള്ളത്. പക്ഷേ അവരനുവദിച്ച ഈ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, നമുക്ക് മുഴുവൻ തുകയും അനുവദിക്കാൻ കഴിയില്ല, ഇതിന് പല കാരണങ്ങളുണ്ട് എന്ന്. അപ്പോൾ ആ കാരണങ്ങൾ ചോദിച്ചപ്പം അവർ കൃത്യമായൊരു മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കേസിന് പോയി, കൺസ്യൂമർ കോർട്ടിൽ കേസിന് പോയി. അതിപ്പോൾ 3 മാസമായി ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി എന്നൊരു മീഡിയേഷന് വിളിച്ചായിരുന്നു കൺസ്യൂമർ കോർട്ടിൽ. അപ്പോൾ മീഡിയേഷനിൽ ഈ വക്കീൽ പറഞ്ഞത്, നിങ്ങൾക്ക് 13,000 രൂപ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, ബാക്കിയുടെ തുക അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അതെന്താണ് വക്കീൽ അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അത്രയും ഞങ്ങൾ കമ്പനി അനുവദിച്ചിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ അതിന് കാരണം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഗ്ലൗസ്, പരുത്തി ഇങ്ങനെ തുടങ്ങിയിട്ട് ഹോസ്പിറ്റൽ സർജറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കിട്ടില്ല, അത് ഞങ്ങൾക്ക് അങ്ങനെ തരാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിലേക്ക് ഒരു വലിയൊരു പകൽക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അന്ന് തന്നെ ഞാൻ ആ മീഡിയേഷന് പോയ സമയത്ത് ഒരു 10ഓളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ പൈസ കിട്ടാത്ത ആളുകൾ, സർജറി കഴിഞ്ഞതും മറ്റുള്ള ചികിത്സ നടന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പൈസ കിട്ടാത്തവർ, അവരൊക്കെ ഇവരെന്തെങ്കിലും അനുവദിച്ചു കൊടുക്കുന്ന തുക മാത്രം കൈപ്പറ്റി പോവുക എന്നുള്ള തരത്തിലേക്കാണ് ഇവർ പറയുന്നത്. ഈ വക്കീൽ ഒരു മോശമായ തരത്തിലേക്കാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു പോയാൽ മതി, എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരമില്ല എന്നുള്ള തരത്തിലേക്കാണ് സംസാരിച്ചത്. അപ്പോൾ അതൊരു ഭീഷണി സ്വരാ. അനുരഞ്ജന ചർച്ചയിൽ കമ്പനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഇതിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരൻ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.